പാടിയാലും ഭയമെല്ലാം മാറും നിരാശ നീളും നിരാമൃതമായി തീർന്നിടുമേ തുറന്നിടും വാതിൽ അടഞ്ഞവയെല്ലാം പൊരുതും മഷിക രാജൻ നമുക്കായി യേശുവേ വന്നു വാഴണമേ ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ രാജാവേ വന്നു വാഴണമേ ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ യേശുവേ വന്നു വാഴണമേ ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ രാജാവേ വന്നു വാഴണമേ ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ പാപങ്ങൾ ഒഴിയും ഭാരങ്ങൾ മാറും പുതിയൊരു ലോകം തുറന്നിടുമേ കണ്ടിടും ഞാനാ ഭൂമി നിശ്ചയം ഞാനതിൽ വാണിടുമേ പാപങ്ങൾ ഒഴിയും ഭാരങ്ങൾ മാറും പുതിയൊരു ലോകം തുറന്നിടുമേ കണ്ടിടും ഞാനാ ഭൂമി നിശ്ചയം ഞാനതിൽ വാണിടുമേ യേശുവേ വന്നു വാഴണമേ ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ രാജാവേ വന്നു വാഴണമേ ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ യേശുവേ വന്നു വാഴണമേ ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ രാജാവേ വന്നു വാഴണമേ ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ രോഗങ്ങൾ മാറും ഭൂതങ്ങൾ ഒഴിയും ബന്ധനമെല്ലാം തകർന്നിടുമേ കുരുടരും മുടന്തരും ചെകിടരും എല്ലാം സ്വതന്ത്രമാകുന്ന ദൈവരാജ്യം രോഗങ്ങൾ മാറും ഭൂതങ്ങൾ ഒഴിയും ബന്ധനമെല്ലാം തകർന്നിടുമേ കുരുടരും മുടന്തരും ചെകിടരും എല്ലാം സ്വതന്ത്രമാകുന്ന ദൈവരാജ്യം യേശുവേ വന്നു വാഴണമേ ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ രാജാവേ വന്നു വാഴണമേ ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ യേശുവേ വന്നു വാഴണമേ ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ രാജാവേ വന്നു വാഴണമേ ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ ഭയമെല്ലാം മാറും നിരാശ പരിശുദ്ധാൻ പടി എത്തിയിട്ടുണ്ട്. പരിശുദ്ധം എത്തിയിട്ടുണ്ട്. കരങ്ങൾ അടിച്ചാലും യേശു വന്നിട്ടുണ്ട്. യേശു വന്നിട്ടുണ്ട്. പരിശുദ്ധാത്മാവ് എത്തിയിട്ടുണ്ട്. കരങ്ങൾ അടിച്ചാലും യേശുവിന്റെ ഭാഗമാക്കി ആരാധിച്ചാലും രാജൻ നമുക്കായി യേശുവേ വന്നു വാഴണമേ ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ രാജാവേ വന്നു വാഴണമേ ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ യേശുവേ വന്നു വാഴണമേ ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ രാജാവേ വന്നു വാഴണമേ ആരാധിച്ചാലും എന്നിൽ നീയല്ലോ യേശുവേ വന്നു
വ്യാപരിക്കട്ടെ, ശക്തി വ്യാപരിക്കട്ടെ, ശക്തി വ്യാപരിക്കട്ടെ. ശക്തി ആരാധിച്ച സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥന ആരാധിച്ചാൽ പറഞ്ഞാലും ആരാധിച്ചാൽ അല്ലേ? ഓ ജീസസ് 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 എന്റെ ഭാഷ പറഞ്ഞ ദൈവത്തെ ആരാധിച്ചാലും ഹല്ലേലൂയ. ആരാധിച്ചാൽ ആരാധിച്ചാൽ കൈവിട്ട് 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 ആരാധിച്ചു കൈവിട്ട് വിട്ടുകൊടുത്ത് ആരാധിച്ചാൽ
നിശ്ചയം ഞാനതിൽ വാണിടുമേ. പാപങ്ങൾ ഒഴിയും, ഭാരങ്ങൾ മാറും, പുതിയൊരു ലോകം തുറന്നിടുമേ. കണ്ടിടും ഞാൻ ഭൂമി, നിശ്ചയം ഞാനതിൽ വാണിടുമേ. യേശുവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. രാജാവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. യേശുവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. രാജാവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. രോഗങ്ങൾ മാറും, ഭൂതങ്ങൾ ഒഴിയും, ബന്ധനമെല്ലാം തകർന്നിടുമേ. കുരുടരും മുടന്തരും ചെയ്യടരുമെല്ലാം സ്വതന്ത്രമാകുന്ന ദൈവരാജ്യം. രോഗങ്ങൾ മാറും, ഭൂതങ്ങൾ ഒഴിയും, ബന്ധനമെല്ലാം തകർന്നിടുമേ. കുരുടരും മുടന്തരും ചെയ്യടരുമെല്ലാം സ്വതന്ത്രമാകുന്ന ദൈവരാജ്യം. യേശുവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. രാജാവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. യേശുവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ കരങ്ങളടിച്ച് കരങ്ങളടിച്ച് രാജാവേ ദൈവത്തെ ആരാധിച്ചാലും വാഴണമേ, ഇനി ഞാനല്ല കരങ്ങളടിച്ച് സർവ്വത്തെ ആരാധിച്ചാലും ഭയമെല്ലാം മാറും, നിരാശ നീങ്ങും, വിലാപം നൃത്തമായി തീർന്നിടുമേ. തുറന്നിടും വാതിൽ ആനന്ദമയെല്ലാം ഗുരുതും മഷിക രാജൻ നമുക്കാർ. ഭയമെല്ലാം മാറും, നിരാശ നീങ്ങും, വിലാപം നൃത്തമായി തീർന്നിടുമേ. തുറന്നിടും വാതിൽ ആനന്ദമയെല്ലാം ഗുരുതും മഷിക രാജൻ നമുക്കാർ. യേശുവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. രാജാവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. യേശുവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. രാജാവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. യേശുവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. രാജാവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. യേശുവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. രാജാവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. യേശുവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. രാജാവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. യേശുവേ വന്നു വാഴണമേ, ഇനി രാജാവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. യേശുവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. രാജാവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. യേശുവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. രാജാവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല കരങ്ങളടിച്ചാലും 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 സ്തോത്രം ചെയ്താലും സ്തോത്രം ചെയ്താലും സ്തോത്രം ചെയ്താലും മടികൂടാതെ ആരാധിച്ചാലും ഏത് സാന്ത്വനത്തിന് ക്ഷണിച്ചാലും ഏത് ക്ഷണിച്ചാലും ക്ഷണിച്ചാലും Father, we invite you. Holy Spirit, we invite you. Surrender you. Jesus. Jesus. Jesus.
യേശുവിനെ വിളിച്ചാൽ ജീസസിനെ വിളിച്ചാൽ പരിശുദ്ധ ഓടിയെത്തും. എല്ലാവരുമായി ജീസസിനെ വിളിച്ചാൽ പ്ലീസ് കം ജീസസ്, വി ആർ വെയിറ്റിംഗ് അപ്പോൺ യു ലോർഡ്. എല്ലാവരുമായ തുറന്ന് യേശുവിനെ വിളിച്ചാൽ ജീസസ്, എല്ലാവരും വിളിച്ചാൽ ജീസസ്. മായ തുറന്ന് ആരാധിച്ചാൽ ജീസസ്. Hallelujah, Ramanashtabadru Manhastini. Oh, Rimavara Kalababarasi. Hallelujah. Ella surrender udutharu. Jesus. ആൺവരിയിലോട് ശ്രദ്ധിച്ചാൽ ഈശ്വരനെ മാത്രം സറണ്ടർ കൊടുത്താൽ പരിശുദ്ധാത്മാവിന് സറണ്ടർ കൊടുത്താൽ
ദൈവാത്മാവോട് പറഞ്ഞാൽ എന്ത് പറഞ്ഞാൽ നിങ്ങൾ അനുസരിക്കും. പറഞ്ഞു വായി തുറന്ന് പറ. പരിശുദ്ധാത്മാവ് എന്ത് പറഞ്ഞാൽ ഞങ്ങൾ അനുസരിക്കും. ദൈവത്തിന് അതാ വേണ്ടത്. ഹല്ലേലൂയ. ദൈവത്തിന് നമ്മുടെ ജ്ഞാനോ ബുദ്ധിയോ നമ്മുടെ ബഹളമൊന്നും അല്ല വേണ്ടത്. ജീസസ്. ഹല്ലേലൂയ. എന്ത് പറഞ്ഞാലും അനുസരിക്കുന്നു പറ. എന്ത് പറഞ്ഞാൽ കർത്താവ് അനുസരിക്കില്ല. ജീസസ്. ആത്മാവിനെ വിളിച്ചാൽ അറിയാൻ എഴുന്നള്ളുന്നേശു രാജാവായി കർത്താവായി ഭരണം ചെയ്തിടുവാൻ, ദൈവരാജ്യം നമ്മിൽ സ്ഥാപിതമാക്കാൻ, സാത്താന്യ ശക്തിയെ തകർത്തിടുവാൻ. എഴുന്നള്ളുന്നേശു രാജാവായി കർത്താവായി ഭരണം ചെയ്തിടുവാൻ, ദൈവരാജ്യം നമ്മിൽ സ്ഥാപിതമാക്കാൻ, സാത്താന്യ ശക്തിയെ തകർത്തിടുവാൻ. യേശുവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. രാജാവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. യേശുവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല. സമർപ്പണത്തോടുകൂടിയാവേ. രാജാവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. രോഗങ്ങൾ മാറും, ഭൂതങ്ങൾ ഒഴിയും, ബന്ധനമെല്ലാം പകർത്തിടുമേ. കുരുടരും മുടന്തരും ചെകിടരുമെല്ലാം സ്വതന്ത്രമാകുന്ന ദൈവരാജ്യം. കമാൻ. രോഗങ്ങൾ മാറും, ഭൂതങ്ങൾ ഒഴിയും, ബന്ധനമെല്ലാം തകർത്തിടുമേ. കുരുടരും മുടന്തരും ചെകിടരും. ആമേൻ. വിശ്വാസത്തോടുകൂടി പാടാം. ഹേ യേശുവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. രാജാവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. യേശുവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. രാജാവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. യേശുവേ അങ്ങ് വാഴണമേ. കരങ്ങളടിച്ച് പാടിയാൽ ദൈവത്തെ മഹത്വപ്പെടുത്തിയാൽ ഭയമെല്ലാം മാറും, നിരാശ നീങ്ങും, വിലാപം നൃത്തമായി തീർത്തിടുമേ. തുറന്നിടും വാതിൽ, അടഞ്ഞവയെല്ലാം തൊഴുതും മശിഹാരാജൻ നമുക്കായി. ഭയമെല്ലാം മാറും, നിരാശ നീങ്ങും, വിലാപം നൃത്തമായി. ഹല്ലേലൂയ. തുറന്നിടും വാതിൽ, അടഞ്ഞവയെല്ലാം തൊഴുതും മശിഹാരാജൻ. യേശുവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. രാജാവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. യേശുവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. രാജാവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. യേശുവേ വന്നു വാഴണമേ.
ഞാനല്ല എന്നിൽ നീയല്ലോ രാജാവേ വന്നു വാഴണമേ ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ യേശുവേ വന്നു വാഴണമേ ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ രാജാവേ വന്നു വാഴണമേ ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. സ്തോത്രം ചെയ്യാറ് സ്തുതിച്ചാൽ ദൈവത്തെ സ്തുതിച്ചാൽ മടികൂടാതെ ആരാധിച്ചാൽ മടികൂടാതെ സറണ്ടർ കൊടുത്താൽ ഇൻവൈറ്റ് തരണം. അല്ല യേശുവിനെ വിളിച്ചാൽ അപേക്ഷിച്ചാൽ നിരാധികർത്താവേ ഞാനെടുത്ത് വരണം നമ്മൾ സംസാരിക്കണം. ഹല്ലേലൂയ. അങ്ങനെ മഹത്വപ്പെടുന്നു, അങ്ങനെ ആരാധിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ സറണ്ടർ കൊടുക്കാം, സറണ്ടർ കൊടുക്കാം, സറണ്ടർ കൊടുക്കാം. ദൂതന്മാര് പാടുന്ന പോലെ പാടിയാൽ നമ്മളിന്ന് ദർശനം കാണും, ദൂതന്മാര് ആരാധിക്കുന്ന കാണണം. എല്ലാം മറന്നിരിക്കുക വിശുദ്ധാത്മാവിലെല്ലാം മറന്നു യേശുവിനെ മുഖത്തോട്ട് മാത്രം വേറെ ഒന്നും ചിന്തിക്കരുത്. ഞങ്ങളുടെ ദിവസം നമുക്ക് രുചിക്കാൻ പറ്റില്ല. We worship you. Just once again, just a whisper. സ്പിരിറ്റില് ഏകാഗ്രത ഹൃദയത്തോടുകൂടി ഹൃദയത്തിന് ഉള്ളിൽ നിന്ന് വിളിക്കുക, സറണ്ടർ കൊടുത്ത് വിളിക്കുക. Worship your Son of the living God. I give you praise for your blessed presence in this place. Adore him, saints. ഇങ്ങനെ വായ തുറന്നു. Not by power, but by my Spirit, saith the Lord of hosts. The angels cry, holy, holy. The angels cry, we worship you. Forget about yourself now and worship him. രണ്ട് കരങ്ങൾ ഉയർത്താൻ
ഹൃദയത്തിന്റെ ആഗ്രഹങ്ങളിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. Your വലിയ people are ദാഹമാണെങ്കിലേ worshiping you, Lord. This is for you, Master. വലിയ ദാഹമുണ്ടെങ്കിൽ യേശു വരത്തുള്ളൂ. പ്രത്യാശയോടെ വിശ്വാസത്തോടെ വലിയ ദാഹത്തോടെ വിളിച്ചാൽ യേശു പ്രകാശം മാറുന്നു, അന്തരീക്ഷം മാറുന്നു. Not by power. We worship you. Surrender you. Just once again. Just a whisper. Jesus. Yes. നമ്മുടെ ഹൃദയം ദിവസം പകരണം. വേറൊന്നും ചിന്തിക്കരുത്. ഉണ്ടാകുന്നത് മാത്രം നോക്കുക. പരിശുദ്ധാത്മാവിൽ ഹൃദയം തുറന്ന് വായിലൂടെ പ്രസ്താവിക്കണം. അപ്പോൾ ഈ രാജാത്മാവ് പ്രവർത്തിക്കപ്പെടുന്നു. നമ്മുടെ സമയം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. എത്രമാത്രം ഈ ചെയ്യുന്നതനുസരിച്ച് മനസ്സിലാക്കി അവർ ക്ഷണിക്കണം. നമ്മൾ ഫില്യപ്പെടണം. ഹൃദയത്തിലാണ് നമ്മൾ ആരാധന. യേശുവിന്റെ മുതൽ മാത്രം വേറൊന്നും ചിന്തിക്കണം. സമർപ്പണം. ഫുൾ സമർപ്പണം. ദേഹത്തെ ആത്മാവ് surrender your Holy Spirit. Holy Spirit, please. More power. Father, we need more power. More presence. Jesus, we need more presence. We need more soaking, more healings, more deliverance. Hallelujah. ഞാനിതാ ഞാനിതാ വേഗത്തിൽ വരും. ഞാനിതാ വേഗത്തിൽ വരും. വിളിച്ച
കർത്താവ് വിളിച്ചാൽ, യേശുവിനെ വിളിച്ചാൽ വേഗത്തിൽ വരാം, വേഗത്തിൽ വരാൻ വിളിച്ചാൽ യേശു ഞങ്ങളുടെ ഇടയ്ക്ക് വേഗത്തിൽ വരണമേ, താമസമെടുക്കരുതേ. ഓടി വന്നാൽ കർത്താവ് യേശുവിനെ ഞങ്ങൾ ഉയർത്തുകയാണ്. യേശു, ജീസസ്, നമ്മുടെ നാവുകൊണ്ട് ജീസസ് എന്ന് വിളിച്ചു. ജീസസ്, യേശുവേ നന്ദി പറഞ്ഞാൽ, യേശുവിന് നന്ദി പറഞ്ഞാൽ, യേശുവിന് സ്തുതി കൊടുത്താൽ, സ്തോത്രം കൊടുത്താൽ, കുഞ്ഞാടിന് മഹത്വം കൊടുത്താൽ, ജീസസ്, ജീസസ്, സ്വീറ്റ് നെയിം, വണ്ടർഫുൾ നെയിം, സകല ഭൂതങ്ങളും കീഴടങ്ങുന്ന നാമം. ഹല്ലേലൂയ. യേശുവിന്റെ മനസ്സന്ധ്യങ്ങൾ പാവം ചെയ്യുന്നു, യേശുവിന്റെ സന്ധ്യങ്ങൾ പാവം ചെയ്യുന്നു. നിങ്ങളൊരു 10 പ്രാവശ്യം ജീസസ് എന്ന് പറഞ്ഞു, നിങ്ങളുടെ അനോന്യം വർദ്ധിക്കും. നിങ്ങളുടെ ഡെലിവറൻസ് നിങ്ങളെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കും. ഉണ്ടോ? അന്തരീക്ഷം മാറുന്നുണ്ടോ? എല്ലാവരും ജീസസ് വിളിക്കാം. നിങ്ങളൊരു 100 പ്രാവശ്യം പറഞ്ഞു നിങ്ങളുടെ അന്തരീക്ഷം മാറുന്നു. യേശുവിനെ ഉയർത്തുമ്പോഴാണ് പരിശുദ്ധാത്മാവ് എത്തുന്നത്. സഭയിലില്ലാത്ത യേശുവിനെ ആരും ഉയർത്തുന്നില്ല. രാത്രി നമ്മൾ ഉയർത്തിയാൽ, യേശുവിനെ ഉയർത്തിയാൽ കർത്താവെ ഞങ്ങൾ താഴുന്നു, യേശുവിനെ ഉയർത്തി. ഹല്ലേലൂയ. യോഹന്നാൻ പറഞ്ഞ പോലെ ഞാൻ പറയണം, യേശു വളരണം. രാത്രി യേശു ഞങ്ങൾ വളരണം. എല്ലാവരും പറ ജീസസ്. 100 പ്രാവശ്യം പറ ജീസസ്. ഹൃദയത്തിന് ഉള്ളിൽ നിന്ന് യേശുവിനെ വിളിച്ചാൽ ജീസസ്. കുരുടൻ വിളിച്ചതുപോലെ യേശുവിനെ വിളിച്ചാൽ ജീസസ്. രക്തസ്രാവമുള്ള സ്ത്രീ വിളിച്ചതുപോലെ യേശുവിനെ വിളിച്ചാലും ജീസസ്. രാത്രി ആവശ്യം നമുക്ക്, അങ്ങനെയാണ് യേശുവിനെ വിളിച്ചാലും ജീസസ്. Fill my cup, Lord. I lift it up to you. Fill my cup, Lord. I lift it up. Hallelujah. Upon me. Breathe upon me, Holy Spirit. Breathe upon me. Heal me. Deliver me. Talk to me. Speak to me. Jesus. ഇല്ലാത്ത എല്ലാവരുമായി വരട്ടെ. Redeem us. Restore your life. Restore your life. Jesus. 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 We give you glory, honor, praise, worship. We surrender, yes. We worship. We surrender. We worship you. We surrender. Oh, hallelujah. ഒരു തരത്തിൽ കണ്ണു നിന്ന് രാത്രി വരട്ടെ. നമ്മുടെ കടല ഹൃദയൊക്കെ മാറട്ടെ. കടല ഹൃദയൊക്കെ മാറട്ടെ. കടല ഹൃദയൊക്കെ മാറട്ടെ. കടല ഹൃദയൊക്കെ മാറട്ടെ. കടല ഹൃദയൊക്കെ മാറാൻ പ്രാർത്ഥിച്ചാൽ കടല ഹൃദയൊക്കെ മാറട്ടെ. സറണ്ടർ കൊടുത്താൽ അതുകൊണ്ട് കണ്ണു നിന്ന് വരട്ടെ. യേശുവിന്റെ കാലത്തിൽ വീണാൽ, മനസ്സുകൊണ്ട് വീണാൽ, വിശ്വാസത്തെ വീണാൽ, ഹല്ലേലൂയ, യേശുവിന്റെ കാലത്തിൽ വീണാൽ, യേശുവിന്റെ കാലത്തിൽ വീണാൽ, യേശു നമ്മുടെ വീണ്ടെടുക്കുകാരനാണ്. യേശു നമ്മുടെ റെഡീമറാണ്.
വിശ്വസിക്കാൻ പറ്റത്തില്ല. ഒരു മനുഷ്യനെ വിശ്വസിക്കാൻ പറ്റത്തില്ല. ഓണത്തിലാകുമ്പോൾ യേശുവിനെ വിശ്വസിക്കുന്നത് ആരെയും വിശ്വസിക്കാൻ പറ്റുന്ന കാലഘട്ടമാണ്. പരിശുദ്ധാത്മാവിനെ മാത്രം, യേശുവിനെ മാത്രം, ദൈവത്തിനെ മാത്രം വിശ്വസിക്കേണ്ട കാലഘട്ടമാണ്. കൊണ്ട് ഏൽപ്പിച്ചു കൊടുത്താൽ, സറണ്ടർ കൊടുത്താൽ, ജീസസ്, we invite you, Jesus. We surrender. We surrender. We lift up for you, Lord. You are our Redeemer. Hallelujah. Healings വേണ്ടി പ്രാർത്ഥിച്ചാൽ, ജീസസ്, ഡെലിവറൻസ് വേണ്ടി പ്രാർത്ഥിച്ചാൽ, ദൈവസ്ഥാനം നൽകുന്നത് പ്രാർത്ഥിച്ചാൽ, നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മൗനമായി നിൽക്കരുത്. ഇവിടെ ആരെ കാണാൻ പോകുന്നത് കർത്താവിനെ വർഷിക്കാൻ പോകുന്നത്, കർത്താവിനെ നമ്മളെ ഭാരങ്ങളെ എടുത്തു പറയുന്നത്, കർത്താവിനെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്, ദേവശക്തി കേൾക്കണം. ഇവിടെ ട്രാൻസ്ലേഷന് പ്രാധാന്യമില്ല, അതിനൊന്നും ഒരു പ്രാധാന്യമില്ല. എല്ലാവരും പരിശുദ്ധാത്മാവാണ്. എല്ലാവരും പരിശുദ്ധാത്മാ സംസാരിച്ചാൽ യേശുവിനാണ് പ്രാധാന്യം, പരിശുദ്ധാത്മാവാണ് പ്രാധാന്യം, ഇവിടെ വചനത്തിനാണ് പ്രാധാന്യം. ഹല്ലേലൂയ. സംസാരിച്ചാൽ ആവശ്യമുള്ള ദിവസം പറഞ്ഞുകൊണ്ടിരുന്നാൽ നടക്കട്ടെ. ഹല്ലേലൂയ സ്തോത്രം പറയാനല്ല ഞാൻ പറഞ്ഞത്. നമ്മുടെ വിഷയങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നാൽ യേശുവിനെ ഉയർത്തിയാൽ Hello, children of the Most High God. We, Lord, worship you. Let's declare. Lord, we worship you. Lord, we worship you. Lord, we worship you. Father, we worship you. Jesus, we worship you. Holy Spirit, we worship you. We yield you. We surrender. Lord, we worship you. We worship you, Lord. We surrender, Lord. Glory, honor, praise. In the name of Jesus. Heal. In the name of Jesus, be healed. 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 Kill the flesh. Father, kill the flesh. Father, kill the flesh. Holy Spirit, kill the flesh. ക്രിസ്തുവിന് വിരോധമായി ഉണ്ടാകുന്ന എല്ലാ കോട്ടകളും രാത്രി ഇടിച്ചു കളയുക. എല്ലാം ഇടിച്ചു കളഞ്ഞാൽ നിങ്ങളുടെ ചിന്തകളിൽ വ്യാപരിക്കുന്ന കോട്ടകൾ ഇടിച്ചു കളഞ്ഞാൽ, ക്രിസ്തുവിന് വിരോധമായി ഉണ്ടാകുന്ന എല്ലാ കോട്ടകളും രാത്രി ഇടിച്ചു കളഞ്ഞാൽ
യേശുവിന് വിരോധമായി ഉണ്ടാകുന്ന എല്ലാ കോട്ടകളും ഇതിനകത്ത് ഇടിച്ചു കളഞ്ഞാൽ ഇതിനെയും ഇടിച്ചു കളയുന്നു. Father, we need your help. Father, we need your help. ഞങ്ങൾ ഹെൽപ്പ് ചെയ്യാൻ അങ്ങ് മാത്രമുള്ള കർത്താവേ. ഞങ്ങൾ ഹെൽപ്പ് ഉയർത്തിയത് വരുന്നു. ശങ്കരക്കാരൻ പറയുന്നത് പോലെ ഞങ്ങൾ ഹെൽപ്പ് പിതാവിൽ നിന്ന് വരുന്നു. ഹല്ലേലൂയ. ജീസസ് ജീസസ് ജീസസ്. എല്ലാവരും സറണ്ടർ കൊടുത്താൽ ഉറക്കത്തിൽ നിന്ന് എല്ലാവരും എഴുന്നേറ്റാൽ ജീസസ്. ഉറക്കത്തിൽ നിന്ന് എല്ലാവരും എഴുന്നേറ്റാൽ. ഹല്ലേലൂയ. ക്ഷീണങ്ങൾ മാറും. പ്രത്യാശ വർദ്ധിക്കട്ടെ. കർത്താവിന്റെ പ്രത്യാശ വർദ്ധിപ്പിക്കാൻ പറ. കർത്താവിന്റെ പ്രത്യാശ വർദ്ധിപ്പിക്കണമേ. Glory, glory, glory to the Lamb. Glory, glory, glory to the Lamb. For you are glorious and worthy to be praised. You are the Lamb upon the throne, and unto you we lift our voice to praise. You are the Lamb upon the throne. Hallelujah. എല്ലാ മഹത്വം പൂശകർത്താൻ പുകഴ്ചയ്ക്ക് യോഗൻ യേശു മാത്രമാണ്. ആരാധനയ്ക്ക് യോഗൻ യേശു മാത്രമാണ്. സ്തുതികൾക്ക് യോഗൻ യേശു മാത്രമാണ്. ഹല്ലേലൂയ. മറ്റൊരുവനിലും രക്ഷയില്ല. ഒറ്റ നാമത്തിൽ മാത്രമേ രക്ഷയുള്ളൂ, യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. ജീസസ്, we surrender. We give you glory, honor, praise, worship. Jesus. Oh, Jesus. എല്ലാവരും യേശുവിനെ വിളിച്ചാലോ. Jesus. Oh, Jesus. Please come, Jesus. Jesus, please come. Please come, Jesus, in this meeting. എല്ലാവരും യേശുവിനെ നിങ്ങളുടെ ഭവനത്തിൽ വിളിച്ചാൽ, യേശുവെ നിങ്ങളുടെ ഭവനത്തിൽ വരാനേ. Jesus, come to our house. We invite you. Come to our church. Jesus, come to our school. ദേശത്ത് കർത്താവ് വരണമേ. Hallelujah. Jesus. Touch. Touch, Holy Spirit, touch. Hallelujah. Rakababa baras. Sharara shambar kamana hasdara kanas. Uri diri shiki mala sharara shalala kamarasa. Uri diri shiri diri shakara simala shakara shakara. Sari diri shiri mahasara siri kiriyas. രാത്രി ദൈവശബ്ദം കേൾക്കട്ടെ. Yes. The name of Jesus. The name of Jesus. എൻ്റെ വലിയൊരു ക്ലോക്ക് കാണിച്ചുകൊണ്ടിരിക്കുക കർത്താവ്. എൻ്റെ മണി ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുക. ടാങ് 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 ആടിക്കൊണ്ടിരിക്കുക. ടാങ് ടാങ് ടാങ്. വലിയ ക്ലോക്കാണ്. Hallelujah. Jesus. ദൈവത്തിൻ്റെ സമയമായിരിക്കും. ദൈവത്തിൻ്റെ സമയമായിരിക്കുക. കർത്താവിൽ താഴ്ത്തി കൊടുത്താൽ, ഏൽപ്പിച്ചു കൊടുത്താൽ. Hallelujah. Jesus.
യെസ്, ചുരുളുകൾ കഴിയുന്ന ദൈവാത്മാവ് കാണിക്കുന്നു. ചുരുളുകൾ ഇന്ന് രാത്രി കഴിയുന്നു. എന്തൊക്കെയോ കർത്താവ് സംസാരിക്കട്ടെ. ചുരുള് കഴിയുന്ന രാത്രിയാ. ചുരുള് കഴിയുന്നു. ദൈവത്തിന്റെ സന്നിധിയിലെ ചുരുള് കഴിയുന്നു. യെസ് ജീസസ്. കർത്താവിന്റെ മുന്നിൽ ചുരുൾ അഴിച്ചു വെച്ച് കർത്താവ് ഇങ്ങനെ കാണിക്കുന്നു. യേശുവിനെ ഞാൻ കാണുന്നു. യേശുവിന്റെ മുന്നിൽ ഒരു ചുരുളിരിക്കുന്നു. ആ ചുരുള് തുറക്കുന്നു. ഹല്ലേലൂയ. ചുരുള് തുറക്കുവാൻ യോഗ്യനായ ഒരാൾ മാത്രമേ ഉള്ളൂ. അത് യേശുവാണ്. രാത്രി യേശു ആ ചുരുൾ തുറക്കുന്നു. യെസ്, ഹല്ലേലൂയ. Teach me, God. Holy Spirit, teach me. We surrender here. Talk to me. Hallelujah. Shararara shakha baba barasi. Touch. Touch. Hallelujah. പരിശുദ്ധാത്മാവെ കാണിച്ചു തന്നാൽ, പരിശുദ്ധാത്മാവെ കാണിച്ചു തന്നാൽ, ചുരുളിൻ്റെ അകങ്ങൾ കാണിച്ചു തന്നാലും, ചുരുളിൻ്റെ അകങ്ങൾ കാണിച്ചു തന്നാലും, അവിടെ എഴുതിയിരിക്കുന്നത് കാണിച്ചു തന്നാലും. ഹല്ലേലൂയ. വായിപ്പാൻ കർത്താവ് വായിക്കാൻ യോഗ്യതയുണ്ടെങ്കിൽ കാണിച്ചു തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. വെളിപ്പാടുകൾക്കായി സ്വന്തം, ദർശനങ്ങൾക്കായി സ്വന്തം. അവിടെ എഴുതി വെക്കുന്നു, ദർശനങ്ങൾക്കൊരു അവധി വെച്ചിരിക്കുന്നു. ദർശനങ്ങൾക്കൊരു അവധി വെച്ചിരിക്കുന്നു. ജീസസ്, ജീസസ്. യെസ്. ചിലർ ദാനിയേൽ കണ്ടതുപോലെ കാണുവാൻ, സ്വപ്നത്തോടെ ദൈവം ഇടപെടുവാൻ പോവുകയാണ്. സ്വപ്ന വ്യാഖ്യാനങ്ങൾ ദൈവം ഏൽപ്പിച്ചു കൊടുത്താൽ, സമർപ്പിച്ചു കൊടുത്താൽ, ദൈവത്തോടുകൂടെ വസിക്കുന്ന ഒരു ജനമായി ചുരുവാൻ കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുക. എൻ്റെ മാറോട് ആര് ചേർന്നിരിക്കും? യോഹന്നാൻ മാറോട് ചേർന്നിരുന്നത് പോലെ യേശുവിൻ്റെ മാറോട് ചേർന്നിരിക്കുവാൻ രാത്രി ഏൽപ്പിച്ചു കൊടുത്താൽ, യേശുവേ രാത്രിയിൽ നമ്മുടെ മാറോട് ചേർന്നിരിക്കുവാൻ എന്നെ സറണ്ടർ ചെയ്യുക, സമർപ്പണമായി സമർപ്പിക്കുക. യേശുവായിട്ടിരുന്ന് കഴിഞ്ഞാൽ ഹീലിങ്സ് ഉണ്ട്. യേശുവായിട്ടിരുന്ന് കഴിഞ്ഞാൽ ഡെലിവറൻസ് ഉണ്ട്. യേശുവിൻ്റെ കൂടെ ഇരുന്ന ജ്ഞാനമുണ്ട്. യേശുവിൻ്റെ കൂടെ ഇരുന്ന പരിജ്ഞാനമുണ്ട്. യേശുവിൻ്റെ കൂടെ ഇരുന്ന പ്രത്യാശയുണ്ട്. ഹല്ലേലൂയ. ജീസസ്. രാത്രി പ്രത്യാശ വർദ്ധിക്കട്ടെ, വിശ്വാസം വർദ്ധിക്കട്ടെ, ദൈവസ്നേഹം വർദ്ധിക്കട്ടെ, പരിശുദ്ധാത്മാവിന്റെ ഫലം വർദ്ധിക്കട്ടെ. ഓ റാഖാമാനസി. Thank you, Jesus. Amen. In Jesus' mighty name I pray. Amen. Hallelujah. Jesus. കർത്താവ് അനുഗ്രഹിക്കട്ടെ. എല്ലാവരും കർത്താവ് അനുഗ്രഹിക്കട്ടെ. കടന്നു വന്നേരം എല്ലാവരും സമർപ്പിക്കുന്നു. ഇപ്പോൾ സമയം അതിനകത്തോട് ചിന്തിച്ചിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും തണുപ്പൊക്കെ ആവുകൊണ്ട് ഇച്ചിരി ഡൗണാണ് അല്ലേ? ക്ഷീണമാണ്. ചക്കരെ അതിൻ്റെ ഹോട്ട് കൂട്ടാവും. അതിൻ്റെ റെഗുലേറ്റർ ഇച്ചിരി ഇത് കൂട്ടും. So, the order of end times events that the Bible. എന്തൊക്കെയാണ്? ഇതൊരു എൻഡ് ടൈം കാലഘട്ടം നമ്മൾ ആയിരിക്കുന്നത് അല്ലേ? ആണോ? എൻഡ് ടൈം ആണോ? എല്ലാവർക്കും അറിയാമല്ലോ എൻഡ് ടൈം ആണ്. വളരെ ഓട്ടം കഴിഞ്ഞാൽ എൻഡ് ടൈം അല്ല, ഇപ്പൊ ബിഗിനിങ് ആണെന്നുള്ള ഇതിൽ ഓടിക്കൊണ്ടിരിക്കുന്നത്. എന്തോ പലരും പറഞ്ഞ കർത്താവ് പോയെന്ന് പറയുന്നു, വന്നിട്ട് പോയെന്ന് പറയുന്നു. പലരും പള്ളിയില് പാസ്റ്റർമാര് പറയും, സഹോദരൻ ആൾക്കാരിങ്ങനെ പരസ്പരം പറയുമെങ്കിലും ജീവിതത്തിലോട്ട് ഇറങ്ങുമ്പോ ആ ഒരു ഇത് ഞാൻ കണ്ടിട്ടില്ല. ജീവിതത്തിലോട്ട് ഇറങ്ങുമ്പോഴത്തേക്ക് ഈ ലോകത്തിന്റെ കാര്യങ്ങള് ഭയങ്കര, ഇവിടെ എന്തെങ്കിലും വെട്ടിപ്പിടിക്കാനുള്ള ഓട്ടോ. ആക്ച്വലി നമ്മുടെ ആ പരിശുദ്ധാത്മാവുമായിട്ട് ബന്ധത്തിൽ ആഴങ്ങൾ ഇറങ്ങി കഴിയുമ്പോഴത്തേക്ക് ഈ ലോകം നമ്മൾ വെറുക്കാൻ തുടങ്ങും. ഈ ലോകം നമുക്ക് ഇഷ്ടപ്പെടത്തില്ല. ഇവിടെ പ്രത്യാശ വർദ്ധിക്കും, വിശ്വാസം വർദ്ധിക്കും. അതാണ് പണ്ടുള്ള പിതാക്കന്മാരങ്ങനെയായിരുന്നു. അവർക്ക് എപ്പോഴും യേശുവിനോട് ചേരുവാനായിരുന്നു ആഗ്രഹം. അത് തന്നെയാണ് പൗലോസ് പറയുന്നത്, ഞാൻ മരിച്ചാൽ
എനിക്ക് ലാഭമോ? കാരണം എന്താണ്? ഞാൻ ക്രിസ്തുവിനോട് ചേരുക. അപ്പം ആ ഒരു ചിന്ത നമുക്ക് എപ്പോഴും ഉണ്ടാണ് നമ്മുടെ ഹൃദയത്തിൽ. നമ്മുടെ നിത്യതയ്ക്ക് വേണ്ടി എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. അല്ലെങ്കിൽ നമുക്ക് ഈ ഭൂമിയിൽ ഈ കുറേ കെട്ടിപ്പിടിച്ചുണ്ടാക്കി അതുകൊണ്ട് വലിയ പ്രയോജനമൊന്നുമില്ല. പണ്ടൊരു പാസ്റ്ററിൻ്റെ മോൻ പറഞ്ഞതുപോലെ, പക്ഷെ ഞാൻ 1 കോടി രൂപ എൻ്റെ ബാങ്കിൽ നിന്ന് വരുന്നു, അന്ന് ഞാൻ ശുശ്രൂഷ ആരംഭിക്കും. പുള്ളിക്ക് 1 കോടി രൂപ വന്നു പക്ഷേ പുള്ളി ശുശ്രൂഷ ആരംഭിച്ചില്ല, ഈ ജയിലിലാണെന്നേ ഉള്ളൂ. മനസ്സിലായോ? എങ്ങനെ വന്നെന്ന് പുള്ളിക്ക് അറിയത്തുള്ളൂ. നാട് വിടണ്ടായിട്ട് വന്നു. നമ്മൾ ആർത്തിയോടുകൂടി പോയി കഴിഞ്ഞാൽ അത് സംഭവിക്കും. അനേകരുണ്ടാക്കി വെക്കുന്നുണ്ട്, പക്ഷെ കൊണ്ടുപോകത്തില്ല. അവർക്ക് പോലും അനുഭവിക്കാൻ പറ്റത്തില്ല. അവരുടെ മക്കൾക്ക് അനുഭവിക്കായിരിക്കും, പക്ഷെ അവർ പോലും അനുഭവിക്കുന്നില്ല. അവരിട്ടിട്ട് പോകണ്ടായിട്ട് വരും അല്ലേ? അവിടെ ഉള്ള സമയത്ത് നല്ലപോലെ കഴിച്ചു എല്ലാം പ്രാർത്ഥിച്ചിരിക്കും. ഞങ്ങൾ ഒരു സ്ഥലത്ത് ചെന്നപ്പോഴത്തേക്ക് ആ സഹോദരന് നല്ല സാലറിയാണ്, നല്ല പ്രൊഫഷണലാണ്. പക്ഷെ അദ്ദേഹം സൂപ്പർ മാർക്കറ്റ് ചെന്നപ്പോഴത്തേക്ക് അവിടെ സെയിലുണ്ടോ എന്ന് നോക്കി തക്ക് നടക്കുക. ഫുഡ് വാങ്ങിക്കുന്നതേ എക്സ്പയറി ഡേറ്റ് കഴിയാറാകുമ്പോൾ സെയിൽ വെക്കുമല്ലോ, തക്കാളി സെയില്. എന്നിട്ട് പുള്ളി എന്ത് ചെയ്ത് ഒരു 5-6 കിലോ തക്കാളി വാങ്ങിച്ചിട്ട് വീട്ടിൽ ചെന്നു. ഭാര്യ പറഞ്ഞ് നിങ്ങൾ തന്നെ വെച്ച് കഴിച്ചോളാൻ പറ്റും. തക്കാളി വെച്ചാണ് ജീവിക്കാൻ പോകുന്നത്. അപ്പോൾ പുള്ളിയുടെ പണി അതാണ്. സൂപ്പർ മാർക്കറ്റിൽ കയറി നടക്കും, സെയിലുള്ളതെല്ലാം വാങ്ങിക്കും. എക്സ്പയർ ആകുമ്പോഴത്തേക്കാണല്ലോ സെയിൽ വെക്കുന്നത്. അതൊക്കെ ഇങ്ങനെ ബൾക്കായിട്ട് കൊണ്ട് വെക്കും. അപ്പം അദ്ദേഹത്തെ പറ്റി കഴിഞ്ഞ ദിവസം ആരോ പറയുന്നത് കേട്ടോ, പുള്ളി ആപ്പിൾ കഴിച്ച് ജീവിക്കുന്നുണ്ട്. ഈ സമയത്ത് ആപ്പിൾ ഉണ്ടാവുന്ന സമയമാണല്ലോ ഒത്തിരി ആപ്പിൾ അല്ലേ? അപ്പം അദ്ദേഹത്തിൻ്റെ പറമ്പിലൊരു ആപ്പിളുണ്ട്. അപ്പം പുള്ളി എന്ത് ചെയ്ത് പിന്നെ ഭക്ഷണം കഴിക്കത്തില്ല, ആപ്പിൾ മാത്രം കഴിച്ച് ജീവിക്കുന്ന വ്യക്തിയാണ്. ഇഷ്ടംപോലെ കാശുള്ള ആളാണ്, ഇഷ്ടംപോലെ കാശുള്ള. അപ്പം അതാ പറഞ്ഞത് എന്താണ്, ഈ ലൈഫിലെ ആ മാമോനെ സേവിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾക്ക് യേശുവിനെ സേവിക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. അപ്പം നമ്മൾ രാത്രിയിൽ കുറച്ച് കാര്യങ്ങൾ ചിന്തിക്കാൻ പോയിന്റ്സ് മാത്രമേ പറയത്തുള്ളൂ. നമ്മൾ അറിഞ്ഞിരിക്കാൻ വേണ്ടിയാണ്, കാരണം വിശ്വാസികളായി നമ്മൾ അറിഞ്ഞിരിക്കുന്നതെല്ലാം. സോ ദ ഓർഡർ ഓഫ് ദി എൻഡ് ടൈം ഈവൻറ്റ്സ് ദാറ്റ് ബൈബിൾ എന്താണ് പറയുന്നത് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. 12 കാര്യങ്ങൾ ചിന്തിക്കും. അതിൽ ഒന്നാമത്തത് അടുത്ത് സംഭവിക്കാൻ പോകുന്നത് എന്താണ്? ദ റാപ്ചർ ഓഫ് ദ ചർച്ച്. അടുത്ത് സംഭവിക്കാൻ പോകുന്നത് എന്താ? റാപ്ചർ നടക്കാൻ പോകും അല്ലേ? സോ ക്രൈസ്റ്റ് കംസ് ടു ദ ക്ലൗഡ്. എവിടെ കർത്താവ് വരുന്നത്? ക്ലൗഡിനാണ് വരുന്നത്. ആകാശമണ്ഡലത്തിൽ എവിടെയോ വരുന്നത് ക്ലൗഡ് എന്നാണ് പറയുന്നത്. സോ സാഞ്ച് എവേ എന്നാണ് പറയുന്നത്. സാഞ്ച് എവേ അല്ലെങ്കിൽ അതായത് നമ്മളിങ്ങനെ പ്ലക്ക് ചെയ്തില്ല, അങ്ങനെ സഖ്യ എടുക്കത്തില്ല നമ്മൾ, എന്താണ് അതുപോലെയാണ് റാപ്ചർ എന്ന് പറയുന്നത്. സഖ്യ എടുത്തുകൊണ്ട് പോകും, നമ്മൾ പോലും അറിയത്തില്ല. മനസ്സിലായോ? അതിനാണ് സാഞ്ച് എവേ എന്ന് പറയുന്നത്. ഓക്കെ, all those who trust in him. അതാണ് 1 കൊരിന്ത്യർ 15-52 വാക്യത്തിൽ പറയുന്നത്. വാക്യങ്ങൾ വായിച്ചു അല്ലെങ്കിൽ പിന്നെ വായിച്ചാലും മതി. സോ അറ്റ് ദിസ് ടൈം ആദ്യം സംഭവിക്കും ഡെഡ് ഇൻ ക്രൈസ്റ്റ് അല്ലേ? മരിച്ചുപോയ വിശുദ്ധന്മാരെന്ത് ചെയ്യും? ഇവർക്കും. സോ വിൽ ബി റെസ്പെക്റ്റഡ് ആൻഡ് ടേക്ക് ടു ഹെവൻ അല്ലേ? അടുത്ത എന്താണ്? ആരാണ് ജീവനോടിരിക്കുന്നത്? പ്രത്യാശയോടെ അഭിഷേകത്തിൽ നിറഞ്ഞ് അല്ലേ, പ്രാർത്ഥനയും ഉപവാസത്തോടെ വിശുദ്ധ ജീവിതത്തോടെ ഇരിക്കുന്നവര് ജീവനോടെ എടുക്കപ്പെടും. അതിനാണ് റാപ്ചർ എന്ന് പറയുന്നത്. സോ റാപ്ചർ എന്നൊരു വേർഡ് ബൈബിൾ ഇല്ല, പക്ഷെ അത് പ്രോസസ്സിങ്ങിനാണ് റാപ്ചർ എന്ന് പറയുന്നത് അല്ലേ? സോ ഏത് സമയത്തും സംഭവിക്കും. എന്ത് സംഭവിക്കും? റാപ്ചർ സംഭവിക്കും. നമ്മൾ എന്ത് ചെയ്യണം? റെഡിയായിരിക്കണം. റാപ്ചർ സംഭവിക്കാൻ സമയമായിക്കൊണ്ടിരിക്കുക. അനേകം ഇന്നും പ്രസംഗിക്കുന്ന എന്താണ്? റാപ്ചർ സമയമായിട്ടില്ല, ഇനിയും സുവിശേഷം കേൾക്കാനുണ്ടെന്ന് പറഞ്ഞത് ഒക്കെ ശരിയായിരിക്കും. പക്ഷേ ദൈവത്തിന് പറഞ്ഞ് കേൾപ്പിക്കാനല്ലേ, ദൈവത്തിന് സുവിശേഷം അറിയിക്കാൻ സെക്കൻഡുകൾ മതി. ഇത്രയും മൊബൈലുകൾ വരുന്ന നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. എന്നോ ഇല്ല, ഇത്രയും മൊബൈൽ വരുന്ന പ്രതീക്ഷിച്ചില്ല. മീൻകാരൻ്റെ കയ്യിൽ പോലും മൊബൈലുണ്ട്. ഇത്രയും അല്ലേ, ഇത്രയും പേര് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അപ്പം അതിലൂടെയൊക്കെ ഒരു സുവിശേഷം കേട്ടോണ്ടിരിക്കുക. രണ്ടാമത്തെ എന്താണ്? 2 തെസ്സലോനിക്കൻസ് 2-ാം അധ്യായം 7-8 വാക്യങ്ങൾ വായിക്കുന്ന കാണാം. അതുപോലെ റെവലേഷൻ 13:1, ദാനിയേൽ 9:27 എന്താണ്? അതുപോലെ റെവലേഷൻ 19:20. ഈ ഭാഗങ്ങളെല്ലാം നമ്മൾ പിന്നെ വായിച്ചാൽ നിങ്ങൾ സമയം കിട്ടുമ്പോൾ. റൈസ് ഓഫ് ദ ആന്റി ക്രൈസ്റ്റ്. ആര് വരും? രണ്ടാമത്തെ എന്താണ്? സോ ആഫ്റ്റർ ദി ചർച്ച് ഈസ് ടേക്കൻ ഔട്ട് ഓഫ് ദ വേ, ആര് വരും? ഹല്ലേലൂയ. ഒരു മാൻ എന്നാ പറഞ്ഞിരിക്കുന്നത്. ഒരു മാൻ വിൽ ഗെയിൻ വേൾഡ് വൈഡ് കൺട്രോൾ വിത്ത് ദ പ്രോമിസ് ഓഫ് പീസ്. അതിന്റെ ഏറ്റവും മാസ്റ്റർ പീസ് എന്തായിരിക്കും? വേൾഡ് മുഴുവൻ
ട്രംപ് സമാധാനം കാണിക്കാൻ പോകുന്നതല്ല. പുള്ളിക്ക് കിട്ടാൻ നോക്കുന്നുണ്ട്, പക്ഷെ നടക്കുന്നൊന്നുമില്ല. സോ സമാധാനം ആരാണ് എന്നോട് ഒരു അമേരിക്കാനോട് ചോദിച്ചത് ട്രംപ് ആൻറ്റി ക്രൈസ്റ്റ്. ഞാൻ ആൻറ്റി ക്രൈസ്റ്റ് ഒന്നുമല്ല, ട്രംപ് ഒന്നും ആൻറ്റി ക്രൈസ്റ്റ് അല്ല. ട്രംപ് ഒന്നും ആൻറ്റി ക്രൈസ്റ്റ് അല്ല. ഇല്ല, ആൻറ്റി ക്രൈസ്റ്റ് ആണ് അധികം പറയത്തില്ല പ്രാർത്ഥിക്കാൻ. ട്രംപ് ആക്ച്വലി കഴിഞ്ഞ ദിവസവും എനിക്ക് ദൈവം മനസ്സിലാക്കി തന്നത് ക്ലെൻസ് അമേരിക്ക, അത്രേ ഉള്ളൂ. ട്രംപിനെ കൊണ്ട് ദൈവം ഉദ്ദേശിക്കുന്നത് ദൈവം ഒന്നുകൂടെ ക്ലെൻസ് ചെയ്യണം അമേരിക്ക. മനസ്സിലായോ? ഹല്ലേലൂയ. ട്രംപിനെ കൊണ്ട് എന്ത് ചെയ്യണം? അമേരിക്ക ഒന്ന് ക്ലെൻസ് ചെയ്യണം. അത് സംഭവിച്ചു. ഓൾറെഡി ഇത്രയും 1 വർഷത്തിനുള്ളിൽ ഏകദേശം ഈ ഒരുപാട് കാര്യങ്ങൾ പുള്ളി ചെയ്തു. പക്ഷേ ഈ ന്യൂസ് പേപ്പറും മീഡിയ എല്ലാം കാണിക്കുന്നതെല്ലാം ഇതാണ്. ഓക്കെ, അദ്ദേഹത്തിൻ്റെ സംസാരം, അദ്ദേഹത്തിൻ്റെ ആ രീതിയൊന്നും നമുക്ക് ഇഷ്ടപ്പെടത്തില്ല, അങ്ങനെയാണ്. പക്ഷേ ആ ക്ലെൻസിങ് നടന്നുകൊണ്ടിരിക്കും എപ്പോഴും. അപ്പോൾ ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല. 5 മണ്ഡലങ്ങളിൽ പുള്ളി ക്ലെൻസിങ് നടന്നു ഓൾറെഡി. പക്ഷെ അത് എപ്പോഴും അറിയുന്നറിയാം, കുറച്ച് കഴിയുമ്പോഴറിയാൻ പറ്റത്തുള്ളൂ. ഇവരുടെ ഭരണം കഴിഞ്ഞ് അടുത്ത ഭരണം വരുമ്പോഴത്തേക്ക് ഇവരുടെ തന്നെ ആൾക്കാർ വരുവാണെങ്കിൽ ഇതിൻ്റെ റിസൾട്ട് അന്നേരം അറിയാൻ പറ്റും. ഇപ്പം അറിയത്തില്ല. അപ്പോൾ അത് പോട്ടെ. ഇപ്പം രണ്ടെന്താ? ദ റേസ് ഓഫ് ദി ആൻറ്റി ക്രൈസ്റ്റ് അല്ലേ? അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ സിംബൽ എന്തായിരിക്കും? മാസ്റ്റർ പീസ് എന്തായിരിക്കും? പീസ്. ആരാ നമുക്കറിയത്തില്ല, ഒരു മാൻ എന്നാണ് പറയുന്നത്. സോ ആ കൂടെ അദ്ദേഹം ഒരാളുടെ ആഡ് ചെയ്യും. ആരാണ് അദ്ദേഹം? സോ ഹി വിൽ ബി ആഡഡ് ബൈ അനദർ മാൻ കോൾഡ് എന്താണ്? ഫാൾസ് പ്രോഫിറ്റ്. ഒരു പ്രോഫിറ്റിനെ കൂടി പുള്ളി ആഡ് ചെയ്യും. ഹല്ലേലൂയ. സോ അദ്ദേഹം ഒരു റിലീജിയൻ സിസ്റ്റം ആയിരിക്കും, അല്ലെങ്കിൽ ഈ ഹെഡ്സ് അപ്പ് റിലീജിയൻസ് സിസ്റ്റം ദാറ്റ് റിക്വയർഡ് വർഷിപ്പ് ഓഫ് ദി ആൻറ്റി ക്രൈസ്റ്റ്. അദ്ദേഹത്തിന്റെ ജോലി എന്താണ്? ഈ ആൻറ്റി ക്രൈസ്റ്റിനെ വർഷിപ്പ് ചെയ്യാൻ വേണ്ടി അദ്ദേഹം ഒരു റിലീജിയസ് സിസ്റ്റം ആയിരിക്കും. ഇന്ന് ആൻറ്റി ക്രൈസ്റ്റിന്റെ സിസ്റ്റംസ്, ക്രൈസ്റ്റ് എന്ന് പറഞ്ഞ ഒരാളാണ്, ക്രൈസ്റ്റ് എന്ന് പറയും. ഒരുപാട് അതിൻ്റെ ഒരു എന്താ പറയുന്നത്, ഒരു മൂവ്മെന്റ്സ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ഒരു സിസ്റ്റം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ആൻറ്റി ക്രൈസ്റ്റ് ഇതുവരായിട്ടും വന്നിട്ടില്ല. അത് റാപ്ചറിന് ശേഷമേ വരത്തുള്ളൂ. അപ്പോൾ അദ്ദേഹം ഒരാളുടെ ആഡ് ചെയ്യും, അതൊരു ഫാൾസ് പ്രോഫിറ്റ് ആയിരിക്കും. അതെന്താണ്? ഇതൊരു റിലീജിയസ് തലവനായിരിക്കും. അപ്പോൾ റിലീജിയസ് തലവൻ എന്ത് ചെയ്യും? ഒരു സിസ്റ്റം ആയിരിക്കും. അതെന്ത് ചെയ്യും? അദ്ദേഹം ഈ ആൻറ്റി ക്രൈസ്റ്റിനെ വർഷിപ്പ് ചെയ്യാൻ വേണ്ടിയായിരിക്കും ജനത്തോട് പറയുന്നത്. അപ്പോൾ രണ്ടാമത്തെ പോയിന്റ് കഴിഞ്ഞു. മൂന്നാമത്തെ പോയിന്റ് എന്താ? പിന്നെയാണ് ട്രബുലേഷൻ ആരംഭിക്കുന്നത്, അല്ലെങ്കിൽ അല്ലേ? ട്രിബുലേഷൻ ആരംഭിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ്? എ പീരീഡ് ഓഫ് 7 years ആണ് പറയുന്നത്, ഇൻ വിച്ച് ഗോഡ് ജഡ്ജ്മെന്റ് ഈസ് എന്താണ്? അന്ന് 3.5 വർഷം പുള്ളി ഭയങ്കര അനുഗ്രഹമായിരിക്കും. സോ ആന്റി ക്രൈസ്റ്റിന്റെ ഭരണമാണ് 7 years അല്ലേ? സോ ആ സമയത്ത് ചർച്ച എവിടെ ഉണ്ടാവും? ഭൂമിയിൽ ഉണ്ടാകത്തില്ല. റെവലേഷൻ 6:16 നമ്മൾ കാണുന്ന ആന്റി ക്രൈസ്റ്റിന്റെ പവർ, അല്ലെങ്കിൽ ആ ട്രബുലേഷൻ നടക്കുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും? ചർച്ച എവിടെ കാണത്തില്ല? ചർച്ച് ഹെവനിലായിരിക്കും, ഭൂമി കാണത്തില്ല. കാരണം പരിശുദ്ധാത്മാവ് സമയം ഇത് എടുക്കപ്പെടും അല്ലെ? പരിശുദ്ധാത്മാവ് ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടും. പരിശുദ്ധാത്മാവ് ഉള്ളതുകൊണ്ടാണ് ഈ ട്രബുലേഷൻ, അല്ലെങ്കിൽ എന്താണ്, ക്രിസ്ത്യാനികൾക്ക് പ്രതികൂലം കുറവെന്ന് പറയുമ്പോൾ. ക്രിസ്ത്യാനികളെ പണ്ടോട്ടേ പ്രതികൂലമുണ്ട്, ക്രിസ്ത്യാനിയായ അന്നോട്ടെ ഉണ്ട്, അല്ലെങ്കിൽ യേശുവിനെ സ്വീകരിക്കുന്ന അന്ന് മുതൽ പ്രതികൂലമുണ്ട്. പക്ഷെ ഈ ഉദ്ദേശിക്കുന്ന വലിയ എന്താണ്, അന്ത്യകാലത്തെ അതൊന്നും ആയിട്ടില്ല ഇതുവരാട്. കാരണം പരിശുദ്ധാത്മാവ് ഉള്ളത് കൊണ്ട് ഒരുപാട് പരിശുദ്ധാത്മാവ് തടയുന്നു. 2, പരിശുദ്ധാത്മാവ് ജനത്തിനുള്ളിലുള്ളത് കൊണ്ട് നമുക്ക് പെട്ടെന്ന് തോക്കെടുക്കാൻ പറ്റത്തില്ല. പക്ഷേ ഹെവൻ അല്ലെങ്കിൽ റാപ്ചർ കഴിഞ്ഞ് ആന്റി ക്രൈസ്റ്റ് വന്നു കഴിയുമ്പോൾ ആരാണ്? ഈ പ്രതികൂലം ആരംഭിക്കുമ്പോൾ ഈ ചർച്ച എവിടെയായിരിക്കും? ഹെവനിലായിരിക്കും. ആ സമയത്ത് ഭൂമിയിലായില്ല, പരിശുദ്ധാത്മാവില്ല, എല്ലാവരും അന്യോന്യം അടിയും പിടുത്തമൊക്കെ ആയിരിക്കും. എടാന്ന് ചോദിച്ചാൽ അപ്പുറത്ത് തോക്കെടുത്ത് ഇതായിരിക്കും, അല്ലെങ്കിൽ എന്താന്ന് ചോദിച്ചാൽ അന്നേരം കുത്തായിരിക്കും. മനസ്സിലായോ? കാരണം പരിശുദ്ധ മനസ്സാക്ഷി ഇല്ലാത്ത ഒരു സമയമായിരിക്കും. അതാണ് 2 കൊരിന്ത്യർ 5-ാം അധ്യായം 10-ാം വാക്യം, റെവലേഷൻ 19:6 വായിക്കുന്നത് എന്താണ്? ഈ ക്രൈസ്റ്റ് എന്താ പറയുക, ട്രബുലേഷൻ, ദെൻ ജഡ്ജ്മെന്റ് സീറ്റ് ഓഫ് ക്രൈസ്റ്റ് ആൻഡ് ദ മാരേജ് സപ്പർ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് ആ സമയത്ത് അല്ലേ? നമ്മൾ അവിടെ എവിടെയായിരിക്കും? സപ്പർ നടക്കുന്ന സമയമായിരിക്കും. ഭൂമിയിൽ എവിടെ എന്ത് സംഭവിക്കും? പ്രതികൂലങ്ങൾ നടന്നുകൊണ്ടിരിക്കും. പക്ഷേ
ചർച്ച എവിടെയായിരിക്കും? അല്ലെങ്കിൽ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കർത്താവിനെ വിശുദ്ധിയോടെ ആരാധിക്കുന്ന ദൈവമക്കളായിരിക്കും എവിടെയായിരിക്കും? ആ മണവാട്ടി സമയം എന്ന് പറയുന്നത് മാരേജ് അല്ലേ? ക്രൈസ്റ്റ് ആൻഡ് മാരേജ് സപ്പർ എന്ന് പറയുന്നതിന്. ഹല്ലേലൂയ. സോ അതാണ് 2 കൊരിന്ത്യർ 5-ാം 10-ാം അധ്യായത്തിൽ വായിക്കുന്നത്. അതുപോലെ റെവലേഷൻ 19-ന്റെ 6 മുതൽ 10 വരെയൊക്കെ അതാണ് വായിക്കുന്നത്. അപ്പോൾ നമ്മൾ അവിടെ സന്തോഷിക്കുകയായിരിക്കും. പോകുന്നവർ കേട്ടോ, പോകുന്നവർ. ഒരു ചർച്ചിലുള്ള എല്ലാവരും പോകത്തൊന്നുമില്ല കേട്ടോ, ഉള്ള കാര്യം പറഞ്ഞേക്കാം. എല്ലാവരും പോകും ഇല്ല, പാസ്റ്റർമാർ പോലും പോകണം നിർബന്ധമൊന്നുമില്ല. അതാ ഞാൻ പറഞ്ഞത്, എല്ലാവരും പോകണം നിർബന്ധമൊന്നുമില്ല. അടുത്ത 4-ാമത്തെ എന്താണ്? 4-ാമത്തെ പോയിന്റ് എന്താ? ദ ബാറ്റിൽ ഓഫ് ഗോഗ് ആൻഡ് മാഗോഗ്. കേട്ടിട്ടുണ്ടോ? ഹല്ലേലൂയ. അതൊരു ആർമി എവിടുന്ന് വരും? നോർത്തിൽ നിന്നൊരു ആർമി വരും. സോ ഇൻ ദ പാസ്റ്റ് ഓഫ് ദി റവല്യൂഷൻ എ ഗ്രേറ്റ് army from the north in alliance with several other countries from the Middle East to Africa attack ആർക്കിട്ട് വേണ്ടിയാ? ഇസ്രായേൽ. and is defeated by God's supernatural intervention. അതാണ് എസെക്കിയേൽ 38-39 പറയുന്നത്. ഹല്ലേലൂയ. സോ എന്താണ്? വലിയ ആ ട്രബിൾഷൻ നടക്കുമ്പോഴത്തേക്ക് ഇസ്രായേലിന് എന്ത് ചെയ്യും? ഒരു ബാറ്റിൽ ഓഫ് ഗോഡ് ആസ് എ ഗോഗ് ആൻഡ് മാഗോഗ് യുദ്ധം നടക്കുവാനിടയിൽ അല്ലേ? നോർത്തിൽ നിന്ന് വലിയൊരു സൈന്യം വന്ന് ഇസ്രായേലുമായിട്ട് യുദ്ധത്തിലേർപ്പെടും. അതാണ് അടുത്ത സംഭവം. 5-ാമത്തെ പോയിന്റ് എന്നാ? ദ അബോമിനേഷൻ ഓഫ് ഡിസൊലേഷൻ എന്ന് പറയും. എന്താണ്? അതായത് 7 years ട്രബിൾയൂഷൻ then Antichrist breaks his covenant അല്ലേ with Israel and show his true color. അവിടെയാണ് ശരിക്കും ആന്റിക്രൈസ്റ്റിനെ ഇസ്രായേലിനെ മനസ്സിലാക്കുന്നത്. അതൊരു ഇസ്രായേലിൽ എന്ത് ചെയ്യും? ആന്റിക്രൈസ്റ്റിനെ കൂടെ നിർത്തും. പക്ഷേ ഇതിൻ്റെ ഇടയിൽ അവർക്ക് മനസ്സിലാവും. സോ അന്ന് ഒരുപാട് പേര് യേശുവിനെ സ്വീകരിക്കും എന്നാണ് പറയുന്നത്. ആരാ? ജൂയിഷ്. അന്ന് ഒരുപാട് പേര് യേശുവിനെ സ്വീകരിക്കും. ഹല്ലേലൂയ. അവർക്ക് മനസ്സിലാവും യേശുവാണ് ഞങ്ങളുടെ സേവിയർ എന്ന് ആ സമയത്ത് മനസ്സിലാവും. സോ ആ സമയത്താണ് ഗ്രേറ്റ് പ്രോസിക്യൂഷൻ ബ്രേക്സ് ഔട്ട് അഗൈൻസ്റ്റ് ഓൾ ദോസ് ഹൂസ് ബിലീവ് ഇൻ ക്രൈസ്റ്റ്. സാധാരണ ഡാനിയൽ 12:11, മാർക്ക് 13:14, റിവലേഷൻ 12:17 അത് വായിക്കുന്നതാണ്. അതാണ് അബോമിനേഷൻ ഓഫ് ഡിസൊല്യൂഷൻ. അടുത്ത എന്താണ്? 6 എന്താണ്? ദ ബാറ്റിൽ ഓഫ് ആർമഗോഡൻ. കേട്ടിട്ടുണ്ടോ? At the end of the tribulation. At the end of the tribulation അത് വരുന്നത്. So Jesus returned with the armies of heaven. Mark chapter 14:62. He saved Jerusalem അല്ലേ? From അടുത്ത എന്താണ്? Armies of the nation fight under the banner of Antichrist. ആരുമായിട്ടാ? ഈ ജീസസിൻ്റെ കൂടെ വരുന്ന ജീസസിനോടും ഈ ദൂതന്മാരല്ല ആക്ച്വലി. എന്താണ്? ആർമീസ് എന്ന് പറഞ്ഞാൽ വിശുദ്ധന്മാരായിരിക്കും. അവരുമായിട്ട് യുദ്ധം ചെയ്യും. അതാണ് റെവലേഷൻ 19:11-21 വാക്യം. സോ ആന്റിക്രൈസ്റ്റ് ആൻഡ് ദ ഫോൾസ് പ്രോഫിറ്റ് എന്ത് ചെയ്യും? Captured and thrown alive into the lake of fire. A lake of fire. Hallelujah. Revelation 19:20 കാണുന്നുണ്ട്. ഈ അടുത്ത 7-ാമത്തെ പോയിന്റ് എന്താ? 7-ാമത്തെ പോയിന്റ് the judgment of nations. Judgment of nations. So Christ will judge the tribulation. എല്ലാ ട്രൈബ്സിനും എന്ത് ചെയ്യും? Separating the righteousness from the wicked as sheep and goats. വായിച്ചിട്ടില്ല നമ്മള്? മത്തായി സുവിശേഷം 25-ാം അധ്യായം 33-46 വാക്യങ്ങൾ വായിക്കുന്നുണ്ട് അല്ലേ? എന്താണ് അവിടെ ചെയ്യുന്നത്? A judgment of nations അല്ലേ? Hallelujah. So Old Testament saints will be raised from the dead. നമ്മൾ ഓർക്കുന്നുണ്ടല്ലോ? The righteous will be under the millennium kingdom. The wicked will be cast into hell. അതാണ് അവിടെ നമ്മൾ കാണുന്നത്. മാത്യു ചാപ്റ്റർ 25, 31, 46 പിന്നെ വായിച്ചാൽ. അടുത്തത് 8-ാമത്തെ പോയിന്റ്. 8-ാമത്തെ പോയിന്റ് എന്നാ? The binding Satan. Satan so Satan will be bound and held the bottomless pit from the next century. 1000 വർഷത്തേക്ക് 1000 years നടക്കുന്നുണ്ട് അല്ലേ? റെവലേഷൻ ചാപ്റ്റർ 20-1 മുതൽ 3 വരെ വാക്യങ്ങൾ കാണിക്കാൻ പറ്റും. സോ ബോട്ടംലെസ് പിറ്റ് ഞാൻ കണ്ടിട്ടുണ്ട്. അതിനെ കൊണ്ട് ദൈവം കൊണ്ടിട്ടുണ്ട്. എന്തില്ല നമുക്ക് അടി ചെല്ലാൻ പറ്റത്തില്ല. അതുപോലെ ഇരുട്ടാ, മുഴുവൻ ഇരുട്ടാ. ഒന്ന് താഴോട്ട് പോകുമ്പോൾ ഇരുട്ടാ, ഒന്നും കാണാനില്ല. അതിനകത്ത് കൊണ്ടാണ് വിഷയം ഇടുന്നത്. അതിന് ബോട്ടമില്ല.
അതിനെക്കൊണ്ട് എന്നെ കുറേ കർത്താവ് കൊണ്ട് കാണിച്ചിട്ടുണ്ട്. താഴോട്ട് പോകുന്നതോറും ഒന്നുമില്ല, ഇരുട്ട് മാത്രമേ ഉള്ളൂ. അതിൻ്റെ അറ്റത്തോട് ചെല്ലത്തില്ല. പിന്നെ ഞാൻ തിരിച്ചു പോകും, മനസ്സിലായി, ദൈവം തിരിച്ചു കൊണ്ടുപോകാം. അങ്ങനെ കാണാനില്ലേ. സോ നമ്പർ 10 എന്താണ്? ദ ലാസ്റ്റ് ബാറ്റിൽ എന്തുവാ? സോറി നമ്പർ 9 എന്തുവാണ്? ദ മില്ലിനിയൽ കിങ്ഡം അല്ലേ? ജീസസ് ഹിംസെൽഫ് റൂൾ ദ വേൾഡ്. സോ അത് നമുക്ക് എല്ലാവർക്കും അറിയാം. സോ ജെറുസലേം വിൽ ബി ദ ക്യാപിറ്റൽ. സോ ദിസ് വിൽ ബി എത്ര ഇയേഴ്സാ? 1000 years period of peace and prosperity on earth. അതാണ് Revelation 20, Isaiah 62 ഒക്കെ പറയുന്നത്. Hallelujah. So memorial sacrifice will be offered in a rebuild temple in Jerusalem. അപ്പോഴാണ് റീബിൽഡ് ചെയ്യുന്നത് ജെറുസലേം അല്ലേ? എസെക്കിയേൽ 40:48. സോ മില്ലിനിയം ഓഫ് കിങ്ഡം, മില്ലിനിയൽ കിങ്ഡം എന്നാണ് പറയുന്നത്. 1000 വർഷം കർത്താവ് ഭരിക്കുന്ന ദിവസം. ഒരു മുന്തിരിക്കൊല എന്ന് പറഞ്ഞാൽ നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. അത്രയ്ക്ക് സമൃദ്ധിയായിരിക്കും ഭൂമിയിൽ, മനസ്സിലായോ? ഒരു മുന്തിരിങ്ങ എന്ന് പറഞ്ഞാൽ എത്ര കാണും? ഒരു ഓറഞ്ചിന്റെ വലിപ്പം കാണും ഒരു മുന്തിരിങ്ങ. ഒരു പീസ് കഴിച്ചാൽ നമ്മൾ വയറെന്ന് അറിയും. അത്രയ്ക്ക് സമൃദ്ധിയായിരിക്കും ഭൂമി മുഴുവൻ. കറപ്ഷൻ മാറും, എല്ലാ കറപ്ഷനൊക്കെ മാറ്റും. അടുത്ത 10ാമത്തെ പോയിന്റ് എന്നാ? ലാസ്റ്റ് ബാറ്റിൽ അല്ലേ? അറ്റ് ദ എൻഡ് ഓഫ് ദ 1000 years Satan will be released from the prison from the short time. So he will deceive the nations once again. എന്നിട്ട് എന്ത് ചെയ്യും? And there will be rebellion against the Lord will be quickly defeated. Revelation chapter 20 7 മുതൽ 10 നമുക്ക് വായിക്കാൻ പറ്റും. സോ എന്നിട്ട് എന്ത് സംഭവിക്കും? Satan will be cast into the lake of fire, never to പിന്നെ റീഅപ്പിയർ ഇല്ല. അതോടുകൂടി സേറ്റന് തീർന്നു, തീക്കാ തീർന്നു. അതെവിടെയാണ് സംഭവിക്കുന്നത്? 1000 yearsന്റെ at the end of the 1000 year സേറ്റനെ റിലീസ് ചെയ്യും. പ്രൈസ് ഗോഡ്. 11ാമത്തെ പോയിന്റ് എന്താണ്? അതാണ് the great white throne judgment. All those who hell will be brought forth, and all the wicked from all years of history will be resurrected to stand before God. അതിനാണ് ഫൈനൽ ജഡ്ജ്മെന്റ്. റെവലേഷൻ ചാപ്റ്റർ 20 11 മുതൽ 15 നമ്മൾ കാണുന്നത്. സോ ഹല്ലേലൂയ. സോ അവരെന്ത് ചെയ്യും? അവിടെയാണ് നമ്മൾ കാണുന്നത് സിൻഫുൾ ആയിട്ടുള്ളവരേക്ക് എന്ത് ചെയ്യും? ഹ്യൂമനിറ്റി ഈസ് കാസ്റ്റ് ഇൻ ടു ദ ലേക്ക് ഓഫ് ഫയർ. ആരോടെ കൊണ്ടിടും? സേറ്റന്റെ കൂടെ ഞങ്ങൾ ഒറ്റയിറങ്ങറിയും. ഒരു ഡേഞ്ചറാണ്. 12ാമത് എന്താണ്? ന്യൂ ക്രിയേഷൻ. സോ ഗോഡ് കംപ്ലീറ്റ്ലി റീമാർക്സ് heavens and earth അല്ലേ? So it is at the time that God wipe away all tears and there will be no more pain, death or sorrow അല്ലേ? അതാണ് നമ്മുടെ ന്യൂ ജെറുസലേം എന്ന് പറയുന്നത്. സോ അതവിടെ കാണുന്നു റെവലേഷൻ ചാപ്റ്റർ 21-22. Hallelujah. So children of God എന്ത് ചെയ്യും? will enjoy with Christ. So ഇനി 12 കാര്യങ്ങൾ നടക്കാൻ പോവാം. ഒന്നെന്താണ്? The rapture of the Christ. രണ്ടെന്താണ്? The rise of the Antichrist. മൂന്നെന്താണ്? The tribulation നടക്കണം. നാലെന്താണ്? The battle of Gog and Magog. അഞ്ചെന്താണ്? The abomination of desolation. ആറെന്താണ്? The battle of Armageddon. ഏഴെന്താണ്? The judgment of nations. എട്ടെന്താണ്? The binding of Satan. ഒമ്പതെന്താണ്? The millennial kingdom. പത്തെന്താണ്? The last battle. 11 എന്താണ്? The great white throne judgment. 12 എന്താണ്? The new creation. Hallelujah. 12 കാര്യങ്ങൾ നടക്കണേ. ഈ ഏത് സമയത്തും സംഭവിക്കാം റാപ്ചർ. ഹാലേലൂയ. ഇതെല്ലാം ഞാൻ കാണാൻ കിടക്കുകയാണ്. ഇതെല്ലാത്തിനും ഞങ്ങൾ പങ്കാളികളായി പ്രാർത്ഥിക്കുന്നു. ഇതെല്ലാം റാപ്ചർ നടക്കണം കർത്താവേ. ഞങ്ങളെ ഏൽപ്പിക്കും, സമർപ്പിക്കും. ഞങ്ങൾ ആരെയും കൈവിടല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു. എപ്പോഴും റാപ്ചർ നടക്കുമ്പോൾ കൈവിടാതിരിക്കാൻ പ്രാർത്ഥിക്കണം. റാപ്ചർ നടന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ അടുത്തെന്തുവാ നമ്മൾ പറഞ്ഞത്? ആന്റി ക്രൈസ്റ്റ് വന്നിരിക്കും. പിന്നെ തലവേദനയാണ്. പോയില്ലെങ്കിൽ തീർന്നു. ബ്രദറിന്റെ അക്കൗണ്ട് പുള്ളിയുടെ കയ്യിലാവും. 666 കുത്തും. നമ്മുടെ ബാങ്ക് അക്കൗണ്ട് എല്ലാം പുള്ളിയുടെ കയ്യിലാവും.
ഇന്ന് $5000 കൊണ്ട് ചിലവ് നടക്കുന്നില്ല, പിന്നെ $500 കയ്യിൽ തരാൻ ഇതുകൊണ്ട് നടത്തിക്കോളാൻ പറയും. പക്ഷെ പണി നമ്മൾ എടുക്കുകയും ചെയ്യണം. മനസ്സിലായോ? 12 മണിക്കൂർ ജോലിയും ചെയ്യണം. $5000 ചിലവാക്കേണ്ടത് നമുക്ക് എത്ര തരും? $500 തരും. ചിലവായിക്കോളാൻ പറയും, ജീവിച്ചോളാൻ പറയും. അവിടെയാണ് അടി കിട്ടുന്നത്. 1000 ആണ്ട് ജീവിക്കുമ്പോഴത്തേക്ക് കർത്താവിൻ്റെ കൂടെ ആയിരിക്കുമല്ലേ. ഇവിടെ ജാതികൾ നമ്മൾ ഭരിക്കുകയായിരിക്കും. അന്നും ജാതികളുണ്ട് ഇവിടെ. അല്ല, നമ്മുടെ തേജസ്സോടെ ഇല്ല വരുന്നത്. മനുഷ്യരല്ല ആ സമയത്ത്. നമ്മൾ രൂപാന്തരപ്പെട്ട ശരീരമായിരിക്കും. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മനസ്സിലാവും. പക്ഷേ ജാതികളായിരിക്കും ഭരിക്കാൻ പറ്റുന്നത്. പക്ഷെ ഓരോരോ പൊസിഷൻ ദൈവം തരും അവിടെ. ചിലപ്പോൾ നിങ്ങളെ ഓരോ പൊസിഷൻ, ഓരോരുത്തർക്ക് ഓരോ പൊസിഷൻ കൊടുക്കും. പിന്നെ ഇതിനെ കാര്യം ചെയ്യാൻ പറയും. ഒക്കെ ചെയ്യേണ്ടതായിട്ട് വരും. ജീസസ്. എല്ലാവരും വരണമെന്നില്ല അവിടെ. കുറേ പേര് ഹെവനിൽ കാണും. കുറച്ച് പേര് കർത്താവ് അത്യാവശ്യമുള്ളവരെ കൂടെ കൊണ്ടുവരും. അന്നും അങ്ങനെയായിരുന്നല്ലോ. കർത്താവ് ജീവിച്ചിട്ടിരിക്കുമ്പോഴത്തേക്ക് കുറച്ച് പേര് കൂടെ എപ്പോഴും ഉണ്ടായിരുന്നല്ലോ. അതുപോലെ കുറച്ച് പേര് അത്യാവശ്യമുള്ളവരെ ദൈവം കൊണ്ടുവരും. എല്ലാവരും ഒന്നും കൊണ്ടുവരത്തില്ല. ബാക്കി എല്ലാവരും ഇരിക്കും. 1000 വർഷം പിന്നെ അവിടെ ഇരിക്കേണ്ടതായിട്ട് വരും. കർത്താവ് തിരിച്ച് വരുന്നവരെ അവിടെ വീണ്ടും കാത്തിരിക്കേണ്ടതായിട്ട് വരും. ഹല്ലേലൂയ. അല്ലേ? വീണ്ടും വന്നിട്ടുള്ള ലാസ്റ്റിനുള്ളല്ലോ പുതിയ യെരൂശലേം. അതുവരെ കാത്തിരിക്കേണ്ടതായിട്ട് വരും. കാത്തിരിക്കുക വെച്ചാൽ അവിടെ ഭയങ്കര സന്തോഷമായിരിക്കും, സമാധാനമായിരിക്കും. അറിയണമൊന്നുമില്ല, കരച്ചിലില്ല, ഒന്നുമില്ല. എന്നാൽ കാത്തിരിക്കേണ്ടതായിട്ട് വരും. ജീസസ്. നമ്മൾ രാത്രിയിൽ കേൾപ്പിച്ച വചനം നമ്മളൊന്ന് ഏൽപ്പിച്ചു കൊടുത്തേ. ഞാൻ പോയിന്റ്സ് നമ്മളൊന്നും വാക്യങ്ങളൊന്നും വായിച്ചില്ല, പോയിന്റ്സുകൾ മാത്രമേ പറഞ്ഞുള്ളൂ. ഹല്ലേലൂയ. പക്ഷെ നമ്മൾ മനസ്സിലാക്കി പിന്നീട് നമ്മൾ വായിക്കണം അതെല്ലാം. 1 കൊരിന്ത്യർ 15-52 വാക്യത്തിൽ റാപ്ചർ കാണിക്കുന്നുണ്ട്. റാപ്ചർ നമ്മൾ വായിക്കണത് ആൻറ്റിക്രൈസ്റ്റ് റേസിനെ കുറിച്ച് 2 തെസ്സലോനിക്കർ 2:7-8 ഭാഗങ്ങൾ വായിക്കുന്നുണ്ട്. പല കാര്യങ്ങളുണ്ട്, അതെല്ലാം വായിക്കണം. ഫോർവേഡ് ചെയ്യാം, കുഴപ്പമില്ല. വാട്സപ്പ് ഫോർവേഡ് ചെയ്ത് തരാം. ജീസസ്. ഹല്ലേലൂയ. രാത്രി ദിവസം ഏൽപ്പിച്ചു കൊടുക്കണം. നമ്മൾ പ്രാർത്ഥിക്കാം. ദിവസം എഴുതിട്ടേക്കാമല്ലോ, പ്രാർത്ഥിക്കാം. ജീസസ്. കേട്ട ദൈവത്തിൻ്റെ വചനത്തിന് മുന്നിലൊന്ന് സമർപ്പിച്ചു. ഹല്ലേലൂയ. ദിവസങ്ങളിൽ സീരിയസ് ആയിട്ടുള്ള ക്രിസ്ത്യ ജീവിതം നയിക്കാൻ ഏൽപ്പിച്ചു കൊടുക്കും. നമ്മൾ സീരിയസ് ആയിരിക്കണം എപ്പോഴും. കർത്താവായിട്ട് ദിവസങ്ങൾ നടക്കണം. എപ്പോഴും രാവിലെ വൈകിട്ട് ഉച്ചയ്ക്കും രാത്രി എല്ലാം കർത്താവായിട്ട് നടക്കണം. കാരണം എന്നാലും റാപ്ചറിൽ പോകത്തുള്ളൂ, അല്ലെ പോകത്തില്ല. ഓക്കെ, നമ്മൾ ജോലി ചെയ്യണം, ജോലി ചെയ്യണം. പക്ഷെ എന്നാലും നമ്മുടെ ഹൃദയം എപ്പോഴും ദിവസത്തിൽ പകർന്നു തോന്നിരിക്കണം. കിട്ടുന്ന സമയങ്ങളെല്ലാം ദിവസം പ്രാർത്ഥിക്കണം. കിട്ടുന്ന സമയമെല്ലാം വചനം ധ്യാനിക്കണം. ലോകത്തിൻ്റെതായ എല്ലാം അടയ്ക്കണം. ലോകമെല്ലാം നമ്മുടെ മുന്നിൽ അടയ്ക്കണം. TV അടയ്ക്കണം, ന്യൂസ് പേപ്പർ അടയ്ക്കണം, ഈ സോഷ്യൽ മീഡിയ എല്ലാം നമ്മൾ അടയ്ക്കണം, വാട്സപ്പ് നമ്മൾ അടയ്ക്കണം. എല്ലാം അത്യാവശ്യം വേണം താനും. മനസ്സിലായോ? എല്ലാ അത്യാവശ്യം കാര്യങ്ങൾ അറിയാൻ വേണ്ടി വേണം. ന്യൂസ് വേണം, നമ്മുടെ ഫ്രണ്ട്സ് വേണം, നമ്മുടെ റിലേറ്റീവ്സ് വേണം, എല്ലാവരും വിളിക്കണം, സംസാരിക്കണം, അതെല്ലാം ഉള്ളതാണ്. പക്ഷെ എല്ലാം ലിമിറ്റേഷൻ ആക്കണം. വെറുതെ സമയം ചിലർ ഫോൺ എടുത്തു കഴിഞ്ഞാൽ 1/2 മണിക്കൂർ 45 മിനിറ്റ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തുവാ? ഞാൻ അവരോട് അവരോട് ഞാൻ പറയും, നിങ്ങൾ ആ സംസാരിച്ച കാര്യങ്ങളൊന്ന് റെക്കോർഡ് ചെയ്ത് നോക്കാം നിങ്ങൾ. എന്നിട്ട് നിങ്ങൾ നോക്ക് നിങ്ങൾ എന്ത് സംസാരിച്ചെന്ന്. അതിനകത്ത് ഇരിക്കുന്ന മുഴുവൻ നിങ്ങൾ കുറ്റം പറഞ്ഞാൽ മാത്രമേ ഉള്ളൂ, അല്ലേ? അവരെ പറ്റി പറഞ്ഞു, ഇവരെ പറ്റി പറഞ്ഞു, അല്ലേ? അത് മാത്രമേ ഉള്ളൂ അതിൻ്റെ അത്. കറക്റ്റാണ്. നിങ്ങൾ ആദ്യം റെക്കോർഡ് ചെയ്യണം. അത് നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊന്നും എഴുതി വെക്കണം. എഴുതി വെക്കുമ്പോഴത്തേക്ക് അതിൻ്റെ അകത്തൊരു 75% കുറ്റങ്ങൾ മാത്രം. അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റങ്ങൾ പറയാം, മറ്റവരെ പറ്റി പറയുക, അല്ലേ? മക്കളെ പറ്റി പറയുക. ഒന്നും അതിൻ്റെ അത് കാതലെന്ന് പറഞ്ഞ സാധനമില്ല, ഒന്നുമില്ല. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ കട്ട് ചെയ്യണം. കട്ട് ചെയ്തെങ്കിൽ മാത്രമേ പരിശുദ്ധാത്മാവിൽ നമുക്ക് അത് സെൻസേഷൻ ഉണ്ടാകുള്ളൂ. പരിശുദ്ധാത്മാവാണ് നല്ല സെൻസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ദൈവം എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ നമ്മൾ അറിയണമെങ്കിൽ എങ്ങനെയാണ് നമ്മൾ സെൻസ് ചെയ്യണം. നമ്മൾ പരിശുദ്ധാത്മാവ് ഭയങ്കര സെൻസിറ്റീവാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മളെപ്പോഴും ദൈവശബ്ദം കേൾക്കുവാൻ വേണ്ടി നമുക്ക് ആദ്യം ഓർക്കണം. ദീഘാമാണ് ഇന്ന് രാത്രി മാനസാന്തരപ്പെട്ടെ, മടങ്ങി വരട്ടെ. നമ്മൾ വചനം വായിക്കണം. വചനത്തിലൂടെ കർത്താവുകളിൽ സംസാരിക്കുന്നത്, സ്പെൻഡ് ചെയ്യണം, ടൈം സ്പെൻഡ് ചെയ്യണം കർത്താവുമായിട്ട്. വചനം വായിക്കുവാൻ 3-4 ചാപ്റ്റർ വചനം വായിക്കണം ഡെയിലി. ഹല്ലേലൂയ. അതുപോലെ നമ്മൾ പ്രാർത്ഥിക്കാൻ ഇരിക്കണം. ഒരു രാവിലെ എഴുന്നേറ്റ് തന്നെ ഒരു 1/2 മണിക്കൂർ 45 മിനിറ്റ് നമ്മൾ സ്പെൻഡ് ചെയ്യണം ദൈവമായിട്ട്. വൈകിട്ട് നമ്മൾ ജോലിയെല്ലാം കഴിഞ്ഞിട്ട് വന്നിട്ട് നമ്മൾ സ്പെൻഡ് ചെയ്യണം, കർത്താവുമായിട്ട് ഇരിക്കണം. അപ്പം വീട്ടിൽ വരാൻ പറ്റാത്തവർ അതിൻ്റെതായ ഒരു സാഹചര്യം ഉണ്ടാക്കി നമ്മളിവിടെ ഇരിക്കണം. അങ്ങനെയാണ് കർത്താവുമായിട്ട് ഒരു വലിയ വലിയൊരു ബന്ധത്തിൽ പോകണം. താങ്ക് യു ജീസസ്. ഉറാക്കാമാനാശി. യെസ്. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ഹോളി സ്പിരിറ്റ്. നന്ദി കർത്താവ്. നിരാതി കൽപ്പിച്ചു സമർപ്പിച്ചു കൊടുത്താൽ സറണ്ടർ ചെയ്താൽ
ജീസസ് ജീസസ് ഏൽപ്പിക്കുന്നു, സമർപ്പിക്കുന്നു, താഴ്ത്തുന്നു. ഓരോരുത്തരോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഹല്ലേലൂയ. ഉറാബാനസി അഷൽ കമല ഹസ്തര. പ്രത്യേകം ഇവിടെ വന്നു പോയവരെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അതിദാസ് നാട്ടിലായിരിക്കും, ദൈവം ഉപയോഗിക്കണമെന്ന് ഫിലിപ്പാസ് ഉപയോഗിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. അടയ്ക്കാത്തവരെല്ലാം ദൈവസ്ഥാനത്ത് കൂട്ടിയിരിക്കുന്നതിനായി സ്തോത്രം. ഇവിടെ വന്ന് വർഷിപ്പ് ചെയ്തവരെല്ലാം ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. ഐക്യ സ്ഥാനത്തെല്ലാം പലർക്കും വിടുതൽ കർത്താവ് കൊടുത്തല്ലോ. നന്ദി കർത്താവേ, നന്ദി. ഹല്ലേലൂയ. പലർക്കും വിടുതൽ കൊടുത്തതിനായ സ്തോത്രം. ജീസസ്. പലരും വിടുതലിന് വേണ്ടി ഓടി വന്നു. അവർ കർത്താവ് കൊടുത്ത എല്ലാ വിടുതലിനായി നന്ദി പറയുന്നു. അവരായ സ്ഥാനത്ത് ഇവർ സൂക്ഷിക്കുന്നതിനായ സ്തോത്രം. അവരെ ഞങ്ങൾ അനുഗ്രഹിക്കുന്ന കർത്താവേ, അവരെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കർത്താവേ, ജീവനെ കുടുംബമായിട്ട് പ്രാർത്ഥിക്കുന്നു. ക്രിസ്ത്യ ശുശ്രൂഷിച്ച് പ്രാർത്ഥിച്ചവരെ കുടുംബമായിട്ട് ഏൽപ്പിക്കുന്നു.